ഹലോ. ലോ ക്വാളിറ്റി ലോ വാല്യൂ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ് നശിപ്പിക്കും. പല സംരംഭകരും ഈ ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സിൻ്റെ പുറകെ നടന്ന് വലിയ തലവേദന പിടിച്ച് നടക്കുന്നവരുണ്ട്. അവർ മെൻ്റൽ സ്ട്രെസ്സ് കൂടും, അതുപോലെ തന്നെ ഒരു മൂഡ് കംപ്ലീറ്റ് കളയും നമ്മൾ ഇത്തരത്തിൽ കസ്റ്റമേഴ്സ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ് അവരുടെ ലക്ഷണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കൗണ്ട് ചോദിക്കുക, ഒരുപാട് ബാർഗെയിനിങ് ചെയ്യുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അനാവശ്യമായിട്ട് നമ്മളുടെ ടൈം അങ്ങ് വേസ്റ്റ് ചെയ്യും. നല്ല രീതിയിൽ തന്നെ നമ്മളുടെ എനർജിയും ടൈമും ഇവർ ശരിക്കും നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്ത് പോകും ഇവരുമായിട്ട് ഡീൽ ചെയ്യാൻ നേരത്ത്. പിന്നെ അതുപോലെ തന്നെ ഇവരെ വേറൊരു പ്രശ്നമാണ് സംശയങ്ങളാണ്. ഇവർ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സംശയത്തിൻ്റെ ഇതിലാണ് ഇവർ നിൽക്കുന്നത്. അവരുടെ സംസാരത്തിൻ്റെ ഇതിലും നമുക്ക് മനസ്സിലാവും ഒരു സംശയത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അത് വിൽക്കാൻ നോക്കാൻ നേരത്ത് ആ സംശയത്തോടൊപ്പം തന്നെ അവരത് വാങ്ങി പിന്നീട് ആഫ്റ്റർ സെയിൽസിലും നമുക്ക് പല പല പ്രശ്നങ്ങളുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ലക്ഷണമാണ് ഇവരുടെ വളരെ കുറഞ്ഞ പ്രൈസ് പേ ചെയ്തിട്ട് നല്ല പ്രീമിയം സർവീസോ അല്ലെങ്കിൽ പ്രീമിയം പ്രൊഡക്റ്റോ ഇവർ എക്സ്പെക്റ്റ് ചെയ്യും. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റോ സർവീസോ ഇവർ എക്സ്പെക്റ്റ് ചെയ്യും. വളരെ ചീപ്പാണ് അവർ പേ ചെയ്തേക്കണേ. അവരെത്ര പേ ചെയ്തതെന്ന് അവരുടെ മൈൻഡിൽ വരില്ല. അവർക്ക് കിട്ടിയത് മോശമാണെന്ന് മാത്രമാണ് അവർ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നല്ല എക്സ്പെക്റ്റേഷൻ ആയിരിക്കും, പക്ഷേ വളരെ ചെറിയ പേയ്മെൻ്റ് ആയിരിക്കും അവർ തരാൻ തയ്യാറാവുള്ളൂ. ഇതൊക്കെയാണ് ഈ ചീപ്പ് കസ്റ്റമേഴ്സ്, അതായത് ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സിൻ്റെ ലക്ഷണങ്ങൾ. ഇവരെ സെർവ് ചെയ്യാൻ നമ്മൾ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക സമയവും നിങ്ങൾക്ക് തലവേദനയായിരിക്കും. അപ്പോൾ എത്രയും നേരത്തെ ഇവരെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇത് പലർക്കും അറിയാം, ഇത് പറഞ്ഞു കൊടുക്കാതെ തന്നെ പലർക്കും അറിയാം. പക്ഷേ എന്നിട്ടും ഇവരെ ഒഴിവാക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിൽ നഷ്ടമാകുമോ എന്നുള്ളൊരു പേടിയാണ്. നമ്മൾ അങ്ങനെ പേടിച്ച് ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ പേടിച്ച് എത്ര കാലം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും? നമ്മൾ ഉദ്ദേശിച്ച സെറ്റ് ചെയ്തേക്കണ ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് മാർക്കറ്റിലുള്ള ആളുകളെ മാത്രം നിങ്ങൾ സെർവ് ചെയ്താൽ മതി. അതിന് പുറത്തുള്ള അതിൻ്റെ തെല്ലത്തും വക്കത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളെ പിടിച്ച് അവരെയും കൂടി വിളിച്ച് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോഴാണ് ഈ തലവേദനയുടെ പ്രശ്നമുള്ളത്. കിട്ടേണ്ടിയിരുന്ന സെയിൽ നഷ്ടമാകുമെന്നുള്ള ആ പേടി എടുത്ത് മാറ്റുക. ആ സെയിൽ കിട്ടുന്നതിനേക്കാളും ലാഭം സെയിൽ അവിടെ നടക്കാതിരിക്കുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സെയിൽസിൽ തലവേദന നിങ്ങൾ പിടിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബിസിനസ്സിൽ ഓൾറെഡി നല്ല ഹൈ ക്വാളിറ്റി കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ട്. ഹൈ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ നിങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. ഈ ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെയും കൂടി വിളിച്ച് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമറാക്കി കൊണ്ടുവരാൻ നേരത്തെ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈം അവർ നല്ല രീതിയിൽ യൂസ് ചെയ്യും. ഈ ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സ് ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സ് യൂസ് ചെയ്യാൻ നേരത്ത് ടൈമിനൊരു പ്രശ്നമുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ് ടൈം ലിമിറ്റഡാണ്, 24 hours ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു വലിയ ചങ്ക് ഓഫ് ടൈം ഈ ലോ ക്വാളിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നേരത്ത് ഹൈ ക്വാളിറ്റി കസ്റ്റമേഴ്സിന് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈ ക്വാളിറ്റി കസ്റ്റമേഴ്സ് നമ്മൾ ഇട്ടേച്ച് പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ ഹൈ ക്വാളിറ്റി കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ടൈം പോലും ഈ 3-4 ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സെയിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ അവരെ ക്ഷണിച്ച് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെയിൽ നടക്കാൻ തന്നെ ഒരു ഇന്ന സമയം നമ്മൾ അവരിൽ സ്പെൻഡ് ചെയ്തു. സെയിൽ നടക്കാൻ തന്നെ ഒരു ഇന്ന ടൈം സ്പെൻഡ് ചെയ്തു. ടൈം മാത്രമല്ല കേട്ടോ, എഫേർട്ടും അതൊരു റിസോഴ്സാണ്. അപ്പോൾ ടൈമും എഫേർട്ടും നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. സെയിൽ നടക്കുന്നതിന് മുമ്പ് തലവേദന, സെയിൽ നടന്നതിന് ശേഷം തലവേദന. എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യമല്ല. ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സിനെ എടുത്ത് പുറത്ത് കളയാം, അവരെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാതിരിക്കുക. പിന്നുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ബിസിനസ് വളർത്തുന്നത് 2 രീതിയിൽ നമുക്ക് വളർത്താം. പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും വളർത്താം, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ കൂടുതൽ വിറ്റുകൊണ്ടും നമുക്ക് നമ്മളുടെ ബിസിനസ് വളർത്താം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ലോ ക്വാളിറ്റി ലോ വാല്യൂ കസ്റ്റമർ ആണെങ്കിൽ എങ്ങനെ നിങ്ങൾ കൂടുതൽ വിൽക്കും? ബിസിനസ് വളർത്തുന്നതിൽ അപ്പോൾ പ്രശ്നം വന്നില്ലേ? നിങ്ങളുടെ കസ്റ്റമർ ലോ ക്വാളിറ്റി ആണ്, അപ്സെല്ലിങ്ങിന് കേപ്പബിൾ അല്ല, അവർക്ക് പർച്ചേസിങ് പവർ ഇല്ല, എപ്പോൾ നോക്കിയാലും ഡിസ്കൗണ്ട് ചോദിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എങ്ങനെ നിങ്ങളൊരു എക്സ്ട്രാ പ്രൊഡക്റ്റും സർവീസും സെല്ല് ചെയ്യും? എന്നാൽ മാത്രമുള്ള റവന്യൂ കൂടുള്ളൂ. 2 രീതിയിലാണ് നമുക്ക് ബിസിനസ് വളർത്താൻ പറ്റുക. ഒന്നുമില്ല, അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഓരോ തവണയും നിങ്ങൾ പുതിയ കസ്റ്റമറെ കണ്ടെത്തണം. ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കേപ്പബിൾ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അവിടെ അപ്സെല്ലിങ് നടത്താം. കൂടുതൽ പ്രൊഡക്റ്റും സർവീസും അവന് പ്രൊവൈഡ് ചെയ്യാം, കൂടുതൽ വാല്യൂ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ
ഇവരെ ഒഴിവാക്കാൻ പലപ്പോഴും പേടിയുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സെയിൽ തന്നെയാണ്. നിങ്ങൾ വേറൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കസ്റ്റമർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. കസ്റ്റമർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സിംപ്ലി അവരുടെ മണി വേറൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാതെ അവരുടെ മണി വേറൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യും. അപ്പം നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി അവർ, ബിസിനസ്സുകാരായിട്ടുള്ള നിങ്ങളെ അവർ ഒഴിവാക്കുന്നു കസ്റ്റമർ. ഇതേ ഫ്രീഡം നമുക്കുണ്ട്. ആർക്ക് വിൽക്കണം, എവിടെ നിന്ന് വാങ്ങണം എന്ന് ഫ്രീഡം കസ്റ്റമർക്കുള്ള പോലെ തന്നെ ആർക്ക് വിൽക്കണമെന്നുള്ള ഫ്രീഡം ബിസിനസ് ചെയ്യുന്നവർക്കുണ്ട്. ആരെ സെർവ് ചെയ്യണമെന്നുള്ള ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം നമുക്ക് അനുവദിച്ച് തന്നേക്കുന്ന ഫ്രീഡമാണ്. ആരാണ് ഞങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്നുള്ളത് ഫിക്സ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. നിങ്ങൾ വളരെ ഹൈ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മാത്രം സെർവ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ലോ ക്വാളിറ്റികളെ ക്ഷണിച്ചുകൊണ്ട് വരുമ്പോൾ ഒരുപാട് തലവേദനകൾ അതിലുണ്ട്. അപ്പോൾ ആ തലവേദന പിടിക്കാൻ നിൽക്കാതെ തന്നെ നിങ്ങൾ ഹൈ ക്വാളിറ്റി കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഇവിടെ എങ്ങനെ ഇവരെ തിരിച്ചറിയും, അത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാർക്കറ്റിംഗ് മെസ്സേജിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ആരെയാണ് നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് വന്നതെന്നുള്ളത് നോക്കണം. നിങ്ങളുടെ പ്രൈസ് ശ്രദ്ധിക്കണം. വളരെ ചീപ്പായിട്ടുള്ള പ്രൈസാണ് നിങ്ങൾ വെച്ചെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് ലോ ക്വാളിറ്റി കസ്റ്റമേഴ്സ് അട്രാക്റ്റഡ് ആയിട്ട് വരും. ഈ ചെറിയ പ്രൈസ് ഇങ്ങനെ വെക്കാൻ നേരത്ത് ആ കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അവർ നമ്മുടെ റെഗുലർ കസ്റ്റമറായിട്ട് മാറും എന്നുള്ള പ്രതീക്ഷയിലാണെങ്കിൽ ആ പ്രതീക്ഷ അങ്ങ് മാറ്റിക്കോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ബിസിനസ്സുകാരൻ നിങ്ങളേക്കാൾ താത്തി വില കുറച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ആ സെക്കൻഡിൽ ഈ ലോ ക്വാളിറ്റി കസ്റ്റമർ ഉപേക്ഷിച്ച് അവരുടെ അടുത്തേക്ക് പോകും. നിങ്ങൾ എത്ര വർഷം അവരെ സെർവ് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എവിടെ വിലക്കുറവ് കാണണോ അവർ അങ്ങടേക്ക് ചാടും. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിംഗ് എല്ലാം ചെയ്ത് ആകെ ഒരു ഇച്ചിരിക്കോളമുള്ള പ്രോഫിറ്റിലാണ്, ഈ നാരോ മാർജിനിൽ കിടന്നാണ് നിങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടെത്തിയ കസ്റ്റമറെ വേറൊരാൾ എല്ലാവരും മാർക്കറ്റിലേക്ക് ഇറങ്ങണ വില കുറച്ച് കൊടുക്കാന്നുള്ള സ്ട്രാറ്റജി പയറ്റിക്കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാർക്കറ്റ് ഷെയർ എൻ്റെ അടുത്തേക്ക് കിട്ടും. പക്ഷെ നിങ്ങളല്ലല്ലോ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന അവസാനത്തെ ആൾ. നിങ്ങൾക്ക് ശേഷം ഇനി ആളുകൾ വരുമല്ലോ, അവരും ഇതേ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്താലോ അപ്പോൾ അവർ പഠിക്കും മാർക്കറ്റിൽ നിലവിൽ ആരാ ഏറ്റവും വില കുറച്ച് കൊടുക്കണേന്ന്. അപ്പോൾ അവർ നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ താഴെ കൊണ്ടുവന്ന് പ്രൈസ് വെക്കും. അപ്പോൾ ഈ ചീപ്പ് കസ്റ്റമർ, നിങ്ങളെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്ന ചീപ്പ് കസ്റ്റമർ എല്ലാം തന്നെ അവരുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ഇവരെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക, നിങ്ങൾക്ക് തലവേദന ഇല്ലാതെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും.